അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനം ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെയും രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ
നിങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു. അവരുടെ യാത്രകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ചെയ്തികൾ, അവരുടെ ഇടപെടലുകൾ, അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഉദ്യമങ്ങൾ, അവരുടെ ജോലികൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന, നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്ത താളുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിലങ്ങനെ തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും, അപ്പോൾ അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്തെന്ന് പറയുമ്പോഴാണ് ഇതാണ്, ആരും വേർപെടുത്തത്തില്ല, വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ അപ്പൊ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:32 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പൊ അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്,
ആക്ഷേപങ്ങൾ, ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ, ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലമെടുത്തുകളെ, ഒന്നിലെ കാലമെടുത്തുകളെ, കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളെ. ഇപ്പം പട്ടിണി, ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇടവകയിലെ ഒരു അംഗമാണ്. ഇവിടെ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജനുവരി 14 തീയതിയാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്കും എൻ്റെ മകനും കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 5 വർഷമായിട്ട് തുമ്മൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഗുളിക കഴിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുളിക പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതും അലർജിയായിട്ട് മാറി. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ക്ഷീണവും ഉറങ്ങണം എന്നുള്ള ചിന്തയായി. അങ്ങനെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത്യാവശ്യം വരും, അതായത് തുമ്മുന്ന സമയത്ത് മാത്രം ഒരു ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അതും കഴിക്കാൻ പറ്റാതെ രാത്രി ഉറക്കവും ഇല്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ എൻ്റെ ആ അലർജി മാറിക്കിട്ടി. അടുത്ത 2ാമത്തെ സാക്ഷ്യം എൻ്റെ ശ്വാസം മുട്ട്. അതും ഇതുപോലെ ശ്വാസം മുട്ട് കാരണം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു. സൺഡേ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോലും നേരെ പോകാൻ പറ്റുന്നില്ല. മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകത്തോണ്ട് ഞങ്ങളടുത്ത് എന്നോട് ഒത്തിരി ചോദിച്ചുകൊണ്ട്, നീ എന്താ പള്ളി വരാത്തത്? അപ്പം ഞാൻ പറയും എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം ചോദിക്കും അതെന്തെന്ന് ചോദിക്കും. ഈ ഞായറാഴ്ച ദിവസം നീ വരാതെ ഇങ്ങനെ മടിക്കണേ എന്തിനെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്ക് ശ്വാസം മുട്ട് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും. കാരണം ഞാൻ രാത്രി ഉറക്കവും ഇല്ല. എൻ്റെ മക്കളും ഹസ്ബൻഡ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അവരെ നോക്കിയിരുന്ന് കരയാറാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, കുളിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ ഫാൻ എടുത്ത് ഫ്രണ്ടിൽ അവിടെ സീലിംഗ് ഫാൻ എടുത്ത് വെച്ചിട്ട് ആണ് കുളിക്കാൻ കയറുന്നത് തന്നെ. കുളിച്ചിറങ്ങുമ്പോൾ തന്നെ എൻ്റെ മക്കൾ കൊണ്ട് ഫാനാണ് ആദ്യം എനിക്ക് അടുത്ത് കൊണ്ട് വെച്ച് തരുന്നത്. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒരിടം പോകാൻ പറ്റുന്നില്ല, എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് ഇന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ അടുത്ത് വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം കൂടെ മാതാവേ നീ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇത് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് തന്നു. അവർക്ക് 1000 നന്ദി. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രമാണം. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്ന കാരണം എനിക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ 2 വർഷം അത് പലിശ കയറി അങ്ങ് പോയി. അപ്പോൾ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഹസ്ബൻഡ് ജോലിക്ക് മാത്രമാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ തന്നെ. അപ്പം ഞാൻ പറയും, മാതാവേ ഒരാളെ ജോലി കൊണ്ട് എനിക്ക് ഈ ലോണൊന്നും അടച്ച് പറ്റുന്നില്ല, അമ്മ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, ഇത്ര രൂപ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് മാസം തോറും അവർ നോട്ടീസ് അയക്കും. ഫോൺ വിളിയായി. എനിക്ക് എപ്പോഴും ഫോൺ എടുത്ത് അവരെടുത്ത് ഓരോ എക്സ്ക്യൂസ് പറയുകയായിരുന്നു എൻ്റെ മെയിൻ ജോലി. അങ്ങനെ ഞാൻ അവർ കോൾ വരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിച്ചാലും അവർ വേറെ നമ്പറിൽ നിന്നൊക്കെ മാറി വിളിക്കുമായിരുന്നു. അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവർ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവ് ഇനി അവരെന്നെ വിളിക്കാൻ നീ ഇടവരുത്തരുത്, എത്രയും പെട്ടെന്ന് എനിക്ക് ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് എനിക്ക് ആ പ്രമാണം എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ കുറച്ച് സ്വർണവും അല്ലാതെ പുറത്തുനിന്ന് ഞാനൊരു ഡേറ്റ് ഇട്ട് പറഞ്ഞിരുന്നു, മെയ് 12 ഈ വർഷം. ആ ഡേറ്റിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പ്രമാണം എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ ആ പ്രമാണം വരണം എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ പൈസകൾ വന്നു. അത് അമ്മ മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവസാനമായപ്പോൾ എനിക്ക് ഒരു 10,000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടുമെന്നുള്ളൊരു ചിട്ടിയിൽ അത് എൻ്റെ പേര് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇരുന്നു.
പക്ഷേ ആ ചിട്ടി വേറൊരാൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ പ്രതീക്ഷയും പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെയല്ല ഞാൻ പറഞ്ഞ ഡേറ്റ്. മാതാവേ എനിക്കിന്ന് രാത്രി എങ്ങനെയെങ്കിലും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഈ 10,000 രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇട്ട് തന്ന് സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഇവരെല്ലാം കിടന്ന് ഉറങ്ങിയപ്പോഴും ഞാൻ 5:30 വരെയും മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഒരു കസേര എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ നാളെ പ്രമാണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നാളെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പ്രമാണം എടുക്കാൻ പറ്റും, മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവർ കിടന്ന് ഉറങ്ങി, ഞാൻ 5:30 ആയിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുന്നു, മാതാവേ നാളെ 11 മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും എന്ന ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ 5:30 ശേഷം ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 8:30 മണിയായപ്പോൾ എൻ്റെ ഫോണിലൊരു കോള് വന്നു. എന്നോട് ചോദിച്ചു, പൈസ ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബുധനാഴ്ച ഒരു ചിട്ടി പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ 10,000 രൂപ ഞാൻ ഇപ്പം നിനക്ക് തരാം, ആ ചിട്ടി കിട്ടുമ്പോൾ നീ എനിക്ക് തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് സമയം എത്രയെന്നാണ് നോക്കിയപ്പോൾ സമയം 8:30 മണി ആയതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 11 മണി സമയം ചോദിച്ചു, പക്ഷേ എനിക്ക് മാതാവ് 8:30 ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ആ പൈസ തന്നു, അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അടുത്ത 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മൂത്ത മകനാണ്. ഇവന് 1ാം ക്ലാസ് മുതൽ ഒരു വയറുവേദന വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുട്ടിയല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കാര്യമാക്കിയില്ല. അവർ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും പറയണം, അമ്മ എനിക്ക് വയറുവേദന എടുക്കണം, ഹോസ്പിറ്റലിൽ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഗുളികയുമായി വീട്ടിൽ വന്നു. ഇവൻ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ വയറുവേദന കുറയുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നീ ആഹാരം നേരെയൊന്നും കഴിക്കില്ലല്ലോ, അതിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ശ്വാസമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് 5 കൊല്ലം വരെ ഇങ്ങനെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങി ഞാൻ നടന്നു. അങ്ങനെ 5ാമത്തെ കൊല്ലമായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഞാൻ 5 വർഷം കൊണ്ട് ഇവനെയും കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്, ഇനി എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനൊരു സ്കാനിങ് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, ഇപ്പം സ്കാനിങ് എടുക്കേണ്ട വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു വയറുവേദനയല്ലേ, അത് അവൻ കുഴപ്പമില്ല, അത് ഗുളിക കഴിച്ചാൽ മാറും. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇത്രയും വർഷം കഴിച്ചിട്ടും അവന് ഒരു മാറ്റവും ഇല്ല, അവന് ഉറക്കവും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ശരി എൻ്റെ നിർബന്ധത്തിൽ അവരെനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു. ആ സ്കാനിങ് എടുത്തപ്പോഴേ ഡോക്ടർ ഇതിൽ വേറെ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഇവൻ ആഹാരമൊന്നും നേരെ കഴിക്കുന്നില്ല, ഇവൻ ഉറങ്ങുന്നില്ല, ഇവന് എപ്പോഴും വയറുവേദന, അങ്ങനെ ഇവന് സ്കൂളിൽ പോകുന്നില്ല. ഇവൻ സ്കൂൾ തുറന്ന് ഒരാഴ്ച മാക്സിമം പോവും, അത് വയറുവേദന എന്ന് പറഞ്ഞ് പിന്നെ 1-2 ആഴ്ച വീട്ടിൽ തന്നെ പോകാൻ പറ്റാതെയാവും. അപ്പം ഞാൻ ഇവനെ വിളിക്കുമ്പോൾ പറയാം, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് പോകണ്ട അമ്മ, കുഴപ്പമില്ല, ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം അങ്ങനെ പോയി. ഇപ്പം ഈ 7ാമത്തെ വർഷം സ്കൂൾ തുറന്ന് ആദ്യത്തെ ഒരു ദിവസം അവ സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് വന്നിട്ട് പറയണ, അമ്മ എനിക്ക് പഴയതുപോലെ വയറുവേദന എടുക്കുന്നു, എനിക്ക് അന്നത്തെ പോലെയൊന്നും അല്ല, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, ഇന്നിപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല, നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, തിങ്കളാഴ്ച വന്നിട്ട് നമുക്കൊരു സ്കാനിങ് ഒന്നുകൂടെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, എനിക്ക് ഇന്ന് തന്നെ സ്കാനിങ് എടുക്കണം, കാരണം അവൻ സ്കൂളിൽ ഒരാഴ്ച പോവാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സ്കാനിങ് എടുത്ത് എന്താണ് പ്രശ്നമെന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അമ്മമാരും വിചാരിക്കും, ഈശോയെ എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. ഈ റിസൾട്ടിലൂടെ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിത് അമ്മ മാതാവ് റിസൾട്ടിലൂടെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവൻ്റെ കഴുത്തിലൊരു കാശ് രൂപമുണ്ട്. ഞാൻ ആ കാശ് രൂപ ഊരി അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, മക്കൾ നീ ഇത് കയറുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം സ്കാനിങ്ങിന് കയറാൻ. അങ്ങനെ അവൻ അതും കൊണ്ട് അകത്ത് പോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് ഇവിടുന്ന് മൊബൈലിൽ സാക്ഷ്യവും കേട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാതാവേ, അവൻ ഇറങ്ങി വരുമ്പം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവേ നീ ആ റിസൾട്ട് കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്നു, ഡോക്ടറെ കൊണ്ട് റിസൾട്ട് കാണിച്ചു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, എടാ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു, അയ്യോ മാതാവേ എന്നിങ്ങനെ ഒരു വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ പേടിക്കൊന്നും വേണ്ട, അത് അവൻ കുഞ്ഞിലെ ഈ ബിങ്കോ, ലേസ്, നൂഡിൽസ് ഇങ്ങനെയുള്ള ഐറ്റം ഒത്തിരി കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ ഇൻഫെക്ഷൻ ആയതാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഇനി എണ്ണ ഐറ്റംസ് ഒന്നും കൊടുക്കണ്ട, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവനങ്ങ് ഫുള്ള് വെച്ച് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുള്ള് അവന് കൊടുക്കാതെയായി. പിന്നെ അവന് ഫ്രൂട്ട്സാണ് വാങ്ങിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ ആ ഗുളികയുടെ പുറത്ത് അങ്ങ് മാറി.
അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവൻ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഓരോരോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവസാനം എനിക്ക് നിവർത്തിയായിട്ട് ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ 7 വർഷം കൊണ്ട് ഇവന് വേണ്ടിയിട്ട് ഒരു വയറുവേദനയും പറഞ്ഞ് ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ കയറി ഇറങ്ങുന്നു ഡോക്ടറെ, എനിക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം. ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഈ റിസൾട്ട് അമ്മയുടെ കയ്യിലിരുന്നോട്ടെ, ഞാൻ അവനൊരു സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും തരാം, അമ്മ ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് റിസൾട്ടിലോട്ട് വന്ന് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ടെസ്റ്റ് ഒരെണ്ണം ആഹാരം കഴിക്കാതെ എടുക്കണം, അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് കണ്ടു. അങ്ങനെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ പിറ്റേന്ന് പോവാമെന്ന് പറഞ്ഞ് എനിക്ക് വയ്യാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇവനെ കൊണ്ടുപോയി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വന്ന് പറഞ്ഞ് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ തന്നതെന്ന് വെച്ചാൽ മലം ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ ഇവനെ രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇവൻ അവിടെ പോയിട്ടൊന്നും ഇവന് മല എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അമ്മേ അത് മാതാവ് ചിലപ്പോൾ സമ്മതിക്കാത്തതായിരിക്കും, അമ്മയെ വിശ്വസിക്കുന്ന മാതാവല്ലേ, അതുകൊണ്ട് മാതാവിന് ഇഷ്ടമല്ല ഞങ്ങളിത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഉച്ചവരെ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഓരോരോ തടസ്സങ്ങൾ വന്നു തുടങ്ങി. ഇവ എന്നിട്ട് വയറുവേദന എടുത്തിട്ട് രാത്രി പോവില്ല, തോർത്തെടുത്ത് വയറിൽ കെട്ടി വെച്ചുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഉറങ്ങാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ എന്ന് കരയും, അമ്മ എനിക്ക് പറ്റണില്ല, അമ്മ സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു മക്കളെ നീ വിഷമിക്കേണ്ട, അമ്മ മാതാവ് ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5ാമത്തെ പുതുക്കൽ ഇവിടെ ജൂണിൽ വന്ന് പുതുക്കാൻ വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഇവനെ ഒന്ന് സൈത്ത് പൂശയിൽ ഒന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു അണ്ണാ നമുക്കൊരു കാര്യം ചെയ്യാമോ, ജോസഫ് അച്ഛനെ കൊണ്ട് ഒന്ന് ഇവനെ ഒന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ കയ്യിൽ ഫോട്ടോസ്റ്റേറ്റ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോസ്റ്റേറ്റ് എടുക്കുക, ഇനി ഒത്തിരി ദൂരം പോകണ്ടേ, അടുത്ത് വരുമ്പോൾ ആവട്ടെ എന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇന്ന് പറ്റില്ല, 2 മണിക്ക് ശേഷം വന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരെ പറയണം ഇയാൾ പോകണ്ട, അവിടെ തന്നെ നിൽക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ തോന്നിക്കുന്നു, അപ്പം മാതാവായിരിക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആ ചേച്ചി എന്നോട് ഇയാൾ പോയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, അവന് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല, അവൻ 2-3 ആഴ്ച കൊണ്ട് സ്കൂളിൽ പോകാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം ആ ചേച്ചിക്ക് മനസ്സിലായി. അപ്പോൾ ആ ചേച്ചി അടുത്ത് നിന്ന് അങ്കിളിനോട് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു, അങ്കിളിനോടൊന്ന് പറഞ്ഞു ഒന്ന് അച്ഛനെ കാണാൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അങ്ങനെ അച്ഛന് ടോക്കൺ തന്നു. ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് തലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ അവന് മാത്രം വയറുവേദനയാണല്ലോ ഞാൻ കൊണ്ടുവന്നത്, അച്ഛനാണെങ്കിൽ എല്ലാവരും തലയിലല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇവനെങ്ങനെ അച്ഛൻ വയറിൽ തടവി പ്രാർത്ഥിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലങ്ങ് വന്നു. എന്നിട്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് മുട്ടുകുത്തി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ അവൻ്റെ വയറിലൊന്ന് സൈത്ത് പൂശി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ജോസഫ് അച്ഛൻ അവൻ്റെ കയ്യിൽ അവൻ്റെ വയറിൽ തന്നെ സൈത്ത് പൂശുന്നു. ഞാൻ ഒരു പ്രാവശ്യം പൂശാൻ പറഞ്ഞെടുത്ത്, പക്ഷേ അച്ഛൻ അത് 3-4 പ്രാവശ്യം അവൻ്റെ വയറിൽ സൈത്ത് പൂത്തുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം ഞാൻ ഇവനോട് മക്കൾ ഇനി നീ പേടിക്കണ്ട, നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ പോവാം, ഇനി മുതൽ നീ ഒരു ദിവസം പോലും വയറുവേദന പറയില്ല, അമ്മ മാതാവ് നിന്നെ രക്ഷിച്ചു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പക്ഷേ അതിനുശേഷം ഇതുവരെ അവൻ വയറുവേദന എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഇപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അമ്മ മാതാവും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഇവന് വിശ്വാസം കുറച്ച് കുറവായിരുന്നു, ബൈബിൾ വായിക്കാൻ മടി, പിന്നെ ജോമാലയ്ക്ക് വിളിക്കുമ്പോൾ വരില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ ഇവന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ വന്ന് ജോമാല പറയാൻ ഞാൻ താമസിച്ചാലും അവൻ എന്താ ജോമാല പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ തന്നെ എന്നെ വന്ന് വിളിച്ചിരുത്തി ജോമാല പറയും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 3 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ച് റോഡിൽ പോകുന്നവർക്കും കടകളിലും വീട് തോറും ഞാൻ കൊണ്ടുകൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവരിവിടെ എൻ്റെ വന്ന് 1-2 കുടുംബക്കാർ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ അവർ ഒത്തിരി പേര് എന്നോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ തൈലവും ഉപ്പും ഉപയോഗിച്ചത് കാരണം. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് മാനസിക രോഗികൾക്ക് മാസത്തിൽ 1 തവണ ഊണ് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് എല്ലാ മാസവും കൊടുക്കാറുണ്ട്. ഇവിടെ വരുന്ന 3-ാമത്തെ ശനിയാഴ്ച, അതായത് 3 മാസത്തിലൊരിക്കലാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ ദിവസം മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ ഞാൻ എല്ലാ ദിവസവും കൊടുക്കും. പിന്നെ റോഡരികിൽ കൂടെ ഞാൻ പോകുമ്പോൾ മക്കളെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ പങ്ക് ഞാൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വരാറുണ്ട്, അവർക്കും എൻ്റെ കയ്യിൽ ഉള്ളത് അത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ട് പെട്ടെന്ന് ആർക്കോ വേണ്ടി ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് വായിക്കുക, കിടന്നുറങ്ങുക, ജപമാല പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ജപമാല പറയുകയും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ഇപ്പോൾ ഞാൻ 1 മാസമായിട്ട് പുതിയ നിയമം ബൈബിൾ എഴുതി തുടങ്ങി. 1 മാസമായിട്ടേ ഉള്ളൂ. അതുപോലെ അച്ഛൻ യൂട്യൂബിൽ പറയുന്ന ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലുള്ളയും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലുള്ള വചനങ്ങൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അതെനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എനിക്ക് മാതാവ് മെഴുകുതിരിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരാവശ്യം മാതാവിനോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കുന്നത്. മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ അമ്മ മാതാവ് അതിൽ വന്ന് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ അമ്മയോട് ചോദിച്ച് സമ്മതം വാദിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്കെന്തോ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ്, ഞങ്ങൾ ഈ സാക്ഷി ഇവിടെ വന്ന് പറയണമെങ്കിൽ അമ്മ എനിക്ക് മെഴുകുതിരിയിൽ എസ് എന്നും വരണ്ട എങ്കിൽ നോ എന്നും കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് വൈകിട്ടും രാത്രി മെഴുകുതിരെത്തിക്കുമ്പോൾ അമ്മ മാതാവ് അതിൽ എസ് എന്നുള്ള അക്ഷരമാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ 5-ാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരു കൊച്ചിൻ്റെ മൊബൈലിൽ റോസാപ്പൂവിൻ്റെ മാതാവിൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അയ്യോ, എന്താ മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ കാണാനൊന്നും പറ്റാത്തത്? അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി. അമ്മ മാതാവ് ഇങ്ങനെ ഇത്രയും എൻ്റെ കൂടെ ഉള്ളപ്പോഴേ എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കാത്തതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ മാതാവ് ആ മെഴുതിരി പോലെ വന്ന് എൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ, നല്ല ചുവന്ന റോസാപ്പൂ ആയിരുന്നു, അങ്ങനെ വന്ന്. എന്നിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അന്ന് കണ്ടിട്ട് ഒരുപാട് ദിവസമായി, അതുപോലെ ഒരിക്കൽ കൂടെ ആ റോസാപ്പൂ വിരിഞ്ഞ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞതിൻ്റെ തലേദിവസം, അതായത് ഈ പറഞ്ഞത് 7 ആഴ്ച ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് മെഴുതിരി രൂപത്തിൽ അവിടെ അങ്ങനെ പൂവായി 2-3 സ്റ്റെപ്പ്, അതായത് 5:30 ഞാൻ കത്തിച്ച മെഴുതിരി 7 മണി വരെയും അത് പൂവായിട്ട് ഇങ്ങനെ നിന്നു. അതുകൊണ്ട് എനിക്ക് അണയ്ക്കാൻ തോന്നിയില്ല, കാരണം അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ 7 മണി വരെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോൾ വിളിച്ചാലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയും, അമ്മ തൈലവും ഉപ്പും എടുത്തുകൊണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അങ്ങനെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അക്കാമച്ചെറിയാൻ എന്നാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 17/3/2023 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ മകനാണ്. അതുപോലെ തന്നെ മകൾക്കും ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അവളുടെയും പേരൻ്റായിട്ട് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ഇവിടെ വന്ന് പുസ്തകങ്ങളും അതുപോലെ തന്നെ തിരിയും ഒക്കെ കൊണ്ടുപോയി വീട്ടിൽ അതാത് സമയത്ത് രാവിലെയും വൈകിട്ടുമായിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ മാതാവിനോട് എല്ലാ കാര്യങ്ങളും അപേക്ഷിക്കുവാൻ തക്കവണ്ണം അമ്മയെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, മകന് ഒരു 1-2 വർഷത്തിന് മുമ്പേ നല്ലൊരു ജോലിയിൽ കൂടിയിരിക്കുമ്പോൾ തന്നെ മകന് കുറച്ച് നാളത്തേക്ക് ശമ്പളം കിട്ടാതെ വന്നു. അതുപോലെ ഭക്ഷണവും ശരിയാകാതെ വന്നു. അപ്പോൾ വെളിയിലത്തെ കാര്യങ്ങളല്ലേ ശരിയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിലും മാതാവിൻ്റെ ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ അത്ഭുതങ്ങളെ പ്രമാണിച്ച് പറഞ്ഞാൽ അതിശയമായിരിക്കുന്നു. കാരണം 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹൻ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ്,
മമ്മി എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി, അതുപോലെ തന്നെ നല്ല നേരത്തെ ഉള്ളതിനെക്കാട്ടി നല്ല ശമ്പളം കിട്ടി, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളാണേലും ഞങ്ങൾ ഒന്നും അറിയണ്ട, മെസ്സിൽ പോയി കഴിച്ചാൽ മതി, ഞങ്ങളൊന്നും പാചകം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിൽ പരമായിട്ട് ഞങ്ങൾക്കൊന്നും പിന്നെ ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം മകൻ എന്ത് ചെയ്യണം, തിരിച്ചു പോരണോ, ജോലി ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി മോൻ്റെ അടുത്തേക്ക് ചെന്ന് സാധിച്ചു കൊടുത്തത്. ആ പ്രവൃത്തിയിൽ ഞങ്ങൾ അത്ഭുതമായിട്ട് തന്നെ ഇന്നും ഞങ്ങൾ അതിശയത്തോടെ അത്ഭുതമായിട്ട് കൊണ്ടാടി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്. ഇപ്പോഴും രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പഴയ സ്ഥലത്ത് നിന്നുള്ള ആ കിട്ടാനുള്ള രൂപ ഈ പുതിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറ്റിരിക്കുമ്പോൾ തന്നെ മകൻ വിളിച്ചു പറഞ്ഞു, ആ പഴയ ശമ്പളമെല്ലാം തിരിച്ചു കിട്ടി, ഒരു വിഷമവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ ആ പൈസയും തിരിച്ചു കിട്ടുവാൻ സാധിച്ചു എന്ന് മകൻ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും ആ നല്ല ശമ്പളത്തോടുകൂടി മകൻ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ്. അപ്പം തിങ്കളാഴ്ച മടങ്ങിപ്പോകാനിരിക്കവേ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഞാനൊരു സാക്ഷ്യം പറയാമെന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വന്നു ഞാൻ പറഞ്ഞിരുന്നു, അമ്മയുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും, എൻ്റെ മകനൊരു അത്ഭുതം പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോൻ തിങ്കളാഴ്ച പോവല്ലേ, നമുക്കെന്തായാലും ആ സാക്ഷ്യം പറയാതെ പോകരുത്. ശരി അമ്മമ്മി, നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു അത്ഭുതകരമായ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കൃപാസനം തുടങ്ങിയ നാൾ മുതൽ ജോസഫച്ചനെ വന്ന് കാണുകയും ജോസഫച്ചൻ്റെ കൈവയ്പ്പ് കിട്ടുകയും ജോസഫച്ചൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭവനമാണ് ഞങ്ങളുടേത്. കാരണം എന്നിവിടെ തുടങ്ങിയോ അന്ന് മുതലേ ഞങ്ങൾ പാതിരാപ്പള്ളിയിൽ നിന്ന് ഓടി വരും. ഇവിടെ പ്രാർത്ഥനയും പ്രയറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഉടമ്പടി എടുത്തു, ഈ അത്ഭുത പ്രവൃത്തി ഞങ്ങളെ കാണിച്ചതിൽ കൂടെ ദൈവമാതാവിനെ കൂടുതൽ രുചിച്ചറിയുവാനും, അതുപോലെ മകന് കുടുംബത്തിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ടെങ്കിലും അതൊരു കനാലിനടുത്തോടായതുകൊണ്ട് അവിടെ വെക്കണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു. ഒരു പുതിയൊരു സ്ഥലം കിട്ടണം, അത് വേണം. അതും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ തിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സമചതുരത്തിലുള്ള ഒരു ഭൂമി മകൾക്ക് കൊടുക്കുകയും മകനത് എഴുതിപ്പിക്കുകയും ചെയ്തു. അതും അത്ഭുതമെന്ന് പറയട്ടെ, 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ, ആ 10 സെൻറ്റ് സ്ഥലം 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ മകന് അമ്മാച്ചൻ എഴുതി കൊടുക്കുകയും മകനത് വീട് പണിയാൻ വേണ്ടി പ്ലാനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇതിലും അത്ഭുതമായിട്ടേ ഞങ്ങൾ കണക്കിലാക്കുന്നുള്ളൂ. ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതാവ് സാധിച്ചെന്ന കൃപയ്ക്ക് എന്നും നന്ദി പറയുവാണ്, ഇന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഞങ്ങളെപ്പോൾ വന്നാലും യേശുപ്പച്ചൻ്റെ വസ്ത്രത്തെ തൊടുന്നത് പോലെയാണ്. ഞങ്ങൾക്ക് ജോസഫച്ചൻ്റെ വസ്ത്രത്തെ തൊടാൻ ഞങ്ങൾ പോകത്തില്ല. കുർബാന അർപ്പിച്ച് ജോസഫച്ചൻ ഇറങ്ങി അങ്ങോട്ട് തിരി രക്തവുമായിട്ടും തിരി ശരീരവുമായിട്ടും പോകുമ്പോഴൊക്കെയും ഞങ്ങൾ ആ തിരുവസ്ത്രത്തെ തൊട്ട് ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളായിരുന്നു. ഞങ്ങൾക്കിന്നും ഓരോ പ്രവൃത്തിയിൽ കൂടെയും ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായ കരം ഞങ്ങൾക്ക് നീട്ടിത്തന്നത് കൊണ്ടാണ്. ദൈവം നമ്മളെ സമാധാനമായിട്ടും നടത്തിക്കൊണ്ട് പോകുന്നു. ഇനി ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു കുഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരുമ്പോൾ ഓരോ ആഴ്ചയിലും അവന് ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ആര് വന്നാലും ഉള്ളതിൻ്റെ ഓഹരി അനുസരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പത്രം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാ ദേശത്തും എൻ്റെ ഭവനങ്ങളിൽ എവിടെ പോയാലും ആ പത്രം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ തീരാതെ വരുമ്പോൾ കടകളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളത് വിതരണം ചെയ്യുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് നടത്തിക്കൊണ്ട് പോരുന്ന ഒരു ദൈവത്തിനെ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അമ്മ മാതാവിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഇത്രയും അത്ഭുതം നടത്തി തന്ന ആ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരത്തില്ല. അമ്മേ, എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സ്തുതിക്കുന്നമ്മേ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്.
ഞാൻ അവിടെ പോകുമ്പോഴൊക്കെയും കൊണ്ടുവരും. തിരുവല്ലയിൽ ഹസ്ബൻ്റെ വീട്, അവിടെ പോകുമ്പോഴൊക്കെയും കൊണ്ടുവരും. ചെങ്ങന്നൂരുണ്ട് എനിക്ക് കുടുംബങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയൊക്കെ ദേശത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ പത്രം ഞങ്ങളുടെ അധികം കയ്യിലിരിക്കുന്നത് ഞാൻ കയ്യിലെടുത്തോണ്ടേ പോകത്തുള്ളൂ. അഥവാ ഇനിയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെ മേൽ ഇത് ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ കൈവച്ചോളീൻ. ചിലർ പറയും ഇത് വേണ്ടെന്ന്, പക്ഷേ ഞാൻ പറയും വേണ്ടെന്ന് വെച്ചാലും നിങ്ങളുടെ പേഴ്സിനകത്ത് വേലും വെച്ചോ, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും ഈ പത്രമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ പത്രം കൈ കൊടുക്കുന്നത്. അവർ സന്തോഷത്തോടെ ആ പത്രം വാങ്ങിക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇത്രത്തോളം നടത്തി തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താപ്പച്ചൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന അത്ഭുതങ്ങളെ മറക്കാതെ വണ്ണം അന്ത്യത്തോളം സ്തുതിക്കുവാൻ തക്കവണ്ണം നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോട് അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ തൃശ്ശൂർ അമലനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2025 മാർച്ച് 21 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ എൻ്റെ മകള് ടീനയ്ക്ക് ഒരസുഖം വന്നതിൻ്റെ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യമാണ് ഞാനിന്നിവിടെ രേഖപ്പെടുത്തുന്നത്. എൻ്റെ മകൾക്ക് 2-3 ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും ആയിരുന്നു. അത് കൂടി വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ അവരെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു നീർക്കെട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു തടിപ്പും വയറിൽ ആമാശയത്തിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. വയറുവേദനയും ഛർദിയും കൂടുതലായി രാത്രി ആയപ്പോഴേക്കും അവശയായി തീർന്നു. ഉടനെ വയറിൽ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ തിരുവചനം വിശുദ്ധ ലൂക്ക, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, വിശുദ്ധ ലൂക്ക 1:37 എന്ന തിരുവചനം എനിക്ക് ശക്തി പകർന്നു. ഒപ്പം തന്നെ ഞാൻ മകളുടെ വയറിലെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടിരുന്നു. ഉപ്പ് വെള്ളത്തിലിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ വെള്ളമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അമ്മ മാതാവ് വഴി ഈ തിരുക്കുമാരൻ എല്ലാ സൗഖ്യവും എൻ്റെ മകൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എപ്പോഴോ മയങ്ങിപ്പോയപ്പോൾ ഒരു കടുത്ത നീല വെളിച്ചം, ഇളം നീല വെളിച്ചം എൻ്റെ മോളുടെ തലയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ അവളെ സുഖപ്പെടുത്താനായിട്ട് അമ്മ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ആ വെളിച്ചം പതുക്കെ മറഞ്ഞുപോയി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു, മോളെ നീ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അമ്മ നിൻ്റെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും നിനക്ക് സൗഖ്യം നൽകി. അതിനെ അവിടെ CT സ്കാൻ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ CT സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം അവർ സ്കാൻ ചെയ്തത് തലേ ദിവസമാണ്. അന്ന് രാത്രിയാണ് അമ്മ അവളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇനി വരുന്ന റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പം അവൾക്കുണ്ടാവില്ല. അവർ പറഞ്ഞു വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് 10 ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇൻഫ്ലമേഷനൊക്കെ മാറണം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ തൃശ്ശൂർ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ മകൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ സർജനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം കഴിഞ്ഞ്
അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ തടിപ്പൊന്നും കാണാനില്ല, ഒപ്പം തന്നെ എല്ലാ ഇൻഫ്ലമേഷനും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി 3ാമതായിട്ട് അവർ പറഞ്ഞ പ്രശ്നം ആമാശയ ഭിത്തിയുടെ കനം കൂടുതലാണ്, അത് കുറയണമെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 1.5 മാസം തുടർച്ചയായിട്ട് കൃപാസന മാതാവിനോട് പ്രത്യേകം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം എൻ്റെ മകളെ എന്ന് ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ എല്ലാ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി തൈലം പൂശുകയും ഉപ്പ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച മാത്രമാണ് അവൾക്ക് ലീവ് എടുക്കേണ്ടി വന്നത്. തുടർന്ന് അവൾ ജോലിക്ക് പോയി. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വെല്ലൂർ കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തടിപ്പല്ല, ആമാശയത്തിൻ്റെ ഭിത്തി കനം വളരെ കുറഞ്ഞു. ഞാൻ ഈ അത്ഭുത സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചത് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. ഈ സൗഖ്യം നേടിത്തന്ന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരം ഒന്നും കൂടെ വിശദമായി പറയാൻ ഞാൻ മകൾക്ക് കൊടുക്കും. എൻ്റെ പേര് ടീന. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മി ഒരുവിധം എല്ലാം പറഞ്ഞു. ആകെയുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ എൻ്റെ ചിന്ത പോയത്, ഇത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ പോലും ഒരു സർജറി വേണ്ടി വന്നേനെ. കാരണം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോവേണ്ട ആ വഴി മൊത്തം അടഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി അതിന് വേണ്ടിയെങ്കിലും ഒരു സർജറി വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇല്ല, ഞാൻ നീലവെളിച്ചം കണ്ടതാണ്, ഞാൻ മാതാവിനെ നിൻ്റെ അടുത്ത് കണ്ടതാണ്, അതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് വേദന വന്നിട്ടില്ല. പിറ്റത്തെ ദിവസം തൊട്ട് ഛർദി നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് അതിൽ പിന്നെ ഈ 2 മാസത്തിൽ ഒരിക്കൽ പോലും വേദന വരികയോ ഛർദി ഉണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം വന്നത് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആവേ മരിയ. സങ്കീർത്തനങ്ങൾ 91 9 മുതൽ 11 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ആമ്പക്കാട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 16-ാം തീയതി ജനുവരി 1-ാം തീയതി 2025 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നേ ഞാൻ ചൈനയിലായിരുന്നു. അതിനു മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. അമ്മ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ടും പിന്നെ പ്രാർത്ഥന ശീലിപ്പിക്കുന്നത് കൊണ്ടും അമ്മയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞായറാഴ്ചകളിൽ കഷ്ടപ്പെട്ട് പോയിട്ട് കുർബാന കൊള്ളുക, അല്ലെങ്കിൽ അത് കുർബാന കൊണ്ടാൽ തന്നെ ഞാൻ അവിടെ ഇവിടെ നോക്കിയിരിക്കുക, പല വിചാരത്താലിരിക്കുക, ശ്രദ്ധയില്ല, ആരാധിക്കാൻ പ്രയത്നിക്കാതെ ഒക്കെയുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ വിശ്വാസം കുറവുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ +2 പഠനം പൂർത്തിയാക്കി. ഞാൻ നീറ്റ് എഴുതി. അതിനുശേഷം ഞാൻ ചൈനയിലേക്ക് പോകുന്നത്. ചൈനയിലേക്ക് ഡോക്ടറാകാൻ പോകുക എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ടീച്ചേഴ്സ് ആയാലും അവർക്ക് ചിന്തിക്കാനും കൂടെ പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാനൊരു MBBS വിദ്യാർത്ഥിയാകുന്നത്. അവിടെ ഞാൻ പോകുമ്പോൾ ഞാൻ തീരുമാനമെടുത്തിരുന്നു, ഞാൻ നന്നായി പഠിക്കും, ഞാൻ എല്ലാം എൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രൗഡാക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കടന്ന് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ പോയപ്പം അതൊക്കെ ഞാൻ മറന്നു. എന്തൊക്കെ ഞങ്ങൾ അവിടെ പഠിച്ചാലും ഞങ്ങളുടെ കോളേജിൽ അവിടുത്തെ ചൈനീസ് പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് എക്സാം പാസ്സായാൽ മാത്രമേ ഇത്ര 6 വർഷത്തെ പഠനം ചെയ്തതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ആ എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് വിട്ടു തരത്തില്ല, ഗ്രാജുവേഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ എൻ്റെ ഒപ്പമുള്ള എല്ലാവരും എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ലെവൽ 4 ആണ്. അത് ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് HSK എന്ന് പറയുന്നത്, ചൈനീസ് എക്സാമാണ്. അങ്ങനെ ഞാൻ എൻ്റേതായിട്ട് രീതിയിൽ പാസ്സാവും, അതെങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായിക്കോളും, ഇതുവരെ ഞാൻ എത്തിയില്ലേ, അങ്ങനെയുള്ള രീതിയിൽ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. ഞാൻ എഴുതാൻ പോയി, തോറ്റുപോയി. അടുത്ത പ്രാവശ്യം ഞാൻ എഴുതി. പക്ഷെ തോൽവിയിലൊന്നും എനിക്കൊരു സങ്കടമോ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷമം, തോൽവി അനുഭവപ്പെടുമ്പോൾ ഒരു വിഷമമൊന്നും ഞാൻ അനുഭവിക്കാറുണ്ടായിരുന്നില്ല പണ്ട് മുതൽക്കേ. അങ്ങനെ ഞാൻ പിന്നെയും ഇത് എഴുതി, അതിനും ഞാൻ തോറ്റുപോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ
ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ വരണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സാം പാസ്സാവണം. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് ആ എക്സാം എഴുതണം, പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും, ഞാൻ ആ എക്സാമിന് എഴുതും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. ബാക്കിയുള്ള കുട്ടികൾ 6 മാസം 1 വർഷമൊക്കെ എടുത്ത് ചെയ്യുന്നത്, ഞാൻ വെറും 2.5 മാസം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ആ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ അങ്ങനെ വന്നു, ആ എക്സാമിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എക്സാമിന് പോകുന്നതിന് മുന്നേ നീ കുമ്പസാരിച്ചിട്ട് വേണം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഈ ചൈനീസ് എക്സാമിന് പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സാധാരണ എൻ്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ ദൈവിക കാര്യങ്ങളൊന്നും വരാറില്ല. ഓൺലൈൻ കുർബാന കണ്ടിരുന്നത് കൊണ്ട് കോവിഡിൻ്റെ സമയത്ത് ആ 2 കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും എൻ്റെ ഫീഡിൽ വരാറുണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സമയമാണ്, പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് എൻ്റെ ഫീഡിലേക്ക് വരികയാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ജോസഫ് അച്ഛൻ ആരാന്നറിയില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാനത് ക്ലിക്ക് ചെയ്തു, ഞാൻ കണ്ടു. എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്നതൊന്നും മനസ്സിലാവാറില്ലായിരുന്നു ആദ്യം. ജോസഫ് അച്ഛൻ്റെ ഭാഷ മലയാളം തന്നെയാണോ എന്ന് വരെ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ പിന്നീട് ഞാൻ ഫുൾ ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും എല്ലായ്പ്പോഴും സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും പിന്നെ ബിറ്റ്സ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ നോക്കിയപ്പം അതിന് ഞാൻ തോറ്റു, വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ 3ാമത് ഞാൻ വിശ്വാസത്തോടെ കുറച്ച് മാതാവിൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ തുടങ്ങി, മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിനോടത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ ഇന്നേ വരെ ജപമാല മര്യാദയ്ക്ക് ചൊല്ലിയിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം, മാതാവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ മടുപ്പേ ഇല്ല. രാവിലെ എണീറ്റ് അപ്പം പോകും പുറത്തേക്ക്, ഞാൻ ജപമാല ചൊല്ലും. എനിക്കായിട്ടും ഈശോയ്ക്കായിട്ടും മാതാവിനായിട്ടും എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ചൈനയിൽ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ജപമാല ഇങ്ങനെ ചൊല്ലും, നടന്ന് ചൊല്ലും. അങ്ങനെ ഞാൻ 3ാമതും ഞാൻ വിശ്വാസത്തോടെ പഠിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ മുറുകെ പിടിച്ച് ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേക്കും ജപമാല ചൊല്ലാൻ ഞാൻ പുറത്തേക്ക് ഓടും. അങ്ങനെ ലൈബ്രറിയിൽ പോയാലും ഞാൻ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് അടുത്ത ജപമാല ചൊല്ലും. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അവസാനം ആ 3ാമത്തെ എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് പഠിക്കാൻ ഒക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒക്കുന്നില്ല, ഞാൻ 2 അക്ഷരം ഞാൻ ഇങ്ങനെ ബിറ്റെടുക്കും, ലോട്ടെടുക്കും. അത് ഞാൻ അപ്പോൾ എനിക്ക് ഒരു 2 അക്ഷരം കിട്ടി, സിയും ഡിയും. അപ്പോൾ ആ വേർഡ്സിൻ്റെ മാത്രം ഞാൻ അന്ന് രാത്രി തലേന്നിരുന്ന് പഠിച്ചു. പിറ്റേ ദിവസം എക്സാമിന് പോയപ്പം ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു, കാശുരൂപം കൊണ്ടുപോയിരുന്നു, ഉപ്പ് വെതറി. അങ്ങനെ ഞാൻ അവിടെ എക്സാമിന് എഴുതി. അന്ന് ഞാൻ കണ്ട വാക്കുകളിൽ മെജോറിറ്റി വാക്കുകൾ ആ ഞാൻ പഠിച്ച ലിസ്റ്റിൽ നിന്നായിരുന്നു. ഈ സമയത്ത് ആണ് എനിക്ക് സുവിശേഷത്തിൽ നിന്ന് പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഇട്ട് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനഭാഗം എനിക്ക് കിട്ടുന്നത്. പക്ഷെ അന്ന് എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താണ് സംഭവം എന്ന്. തോൽക്കൂടം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ എഴുതി. സാധാരണ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അന്നത് അടച്ചു വെച്ച് ഞാൻ തിരിച്ച് ലൈബ്രറിയിൽ പോയി പഠിക്കാൻ വേണ്ടി. അപ്പം അന്ന് തലേന്ന് പ്രാർത്ഥന വൈകിയായിരുന്നു. അപ്പം അന്ന് അമ്മ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ കോൺഫറൻസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ചിലപ്പം ഞാൻ കുമ്പസാരിക്കാതെ ഇതൊക്കെ വിശ്വാസം കാണിച്ചിട്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ആ വചനം കിട്ടിയതെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അപ്പം തന്നെ എനിക്കൊരു നന്ദി തോന്നി. ആ സമയത്ത് എനിക്ക് സങ്കടം വന്നു. ഞാൻ കുമ്പസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നതിൽ എനിക്ക് സങ്കടം തോന്നി, നന്ദിയും തോന്നി. ഞാൻ ഉടനെ ഓടി, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിലേക്ക് പോയി ഒരു ലോഡ് A4 ഷീറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാനിങ്ങനെ വിട്ടുപോയ പാപങ്ങളും മനഃപൂർവ്വം മറന്നുപോയ പാപങ്ങളും പിന്നെ ഓർക്കാൻ ശ്രമിച്ചെടുത്ത് ഞാൻ അത് മൊത്തം എഴുതി. അത് എഴുതി വന്നപ്പോൾ ഒരു 7, 8, 10 പേജ് എങ്ങാനും അത് വന്നു. മൊത്തം ഇരുന്ന് എഴുതി, ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ബൈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇരുന്ന് എഴുതി. ഓർമ്മയുള്ളതും ഓർമ്മ മറന്നു പോയതൊക്കെ ഞാൻ ഇരുന്ന് എഴുതിയിട്ട് ഞാൻ അവിടുത്തെ വൈദികൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം, കുമ്പസാരിക്കാൻ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ അച്ഛൻ പോലും വിചാരിച്ച് കാണില്ല ഇത്ര ലോങ് കുമ്പസാരായിരിക്കുന്നു. ഞാനന്ന് ഉച്ചയ്ക്ക് പോയി കുമ്പസാരിച്ചു. എനിക്ക് അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനവിടെ പള്ളിയിലിരുന്ന് അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് വചനം വായിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വചനം വായിക്കാൻ കുറച്ചും കൂടിയും ഇഷ്ടം തോന്നി, മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ
3-ാം വട്ടം HSK ചൈനീസ് എക്സാം എഴുതുന്നത്. ചൈനീസ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ദേവാലയത്തിൽ ഞാൻ പോയി. ഞാൻ എൻ്റെ ടാബ്ലറ്റും കൊണ്ടുപോയി, വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയി. ഞാൻ അൾത്താരേൻ്റെ സമീപത്തിരുന്നിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് എൻ്റെ മനസ്സിനുള്ളെന്ന് പറഞ്ഞു, ഞാൻ തോറ്റുപോകുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ കുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയുന്ന പോലെ ഞാൻ തോറ്റു, ഇനി ഒന്നുമില്ല അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജപമാല കയ്യിലെടുത്തിട്ട് അൾത്താരയ്ക്ക് സമീപം മുട്ടുകുത്തി കൈ വിരിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ആ ജപമാലയിലെ മണികൾ തീരുന്നവരെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, 23 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്, ഇനി എന്നെ ഇവിടുന്ന് പുറത്തേക്കാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ടാബ്ലറ്റ് തുറന്നു, സൈറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ തോറ്റു, ഞാൻ നന്നായി തോറ്റു. ഞാൻ തകർന്നു പോയി. എനിക്ക് എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് കുറ്റമൊന്നും പറയില്ല, എന്നെ ചീത്തയൊന്നും പറയില്ല. പക്ഷേ എനിക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളാവുന്നുണ്ട്, ഞാനിങ്ങനെ ആവാത്ത കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ എക്സാം പാസ്സായി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു തുടങ്ങി, അതിനുവേണ്ടി അവർ പഠിച്ചു തുടങ്ങി. ഞാനിപ്പോഴും ആ ഇതിലാണ്. ഇത് പാസ്സായിട്ടില്ലെങ്കിൽ വെറും 12th സ്റ്റാൻഡേർഡിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പനൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തതിന് രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ അപ്പോൾ പ്രഷർ ഇങ്ങനെ കൂടുന്ന പോലെ എനിക്ക് വല്ലാതെ തോന്നി. അങ്ങനെ ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വാവിട്ട് എൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ കരയുക. ഞാനിങ്ങനെ വാവിട്ട് ഉറക്കനെ കരയുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിച്ചു. ഞാൻ വാ പൊത്തി. അപ്പോൾ അമ്മ പറഞ്ഞു രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ കണ്ണടച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ കരയുന്നത്. പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് സങ്കീർത്തനം 11:17 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ ഓഫാക്കിയതിന് ശേഷം ഞാൻ എടുത്തു നോക്കി എൻ്റെ ഫോണിൽ ബൈബിളിൽ ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു വചനമേ ഇല്ല. 11:17 എന്ന് പറഞ്ഞൊരു വചനമേ ഇല്ല. ഞാൻ ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 17 അല്ല റോങ് റീഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കില്ല എന്ന്. അപ്പം ഞാൻ ചുമ്മാ സങ്കീർത്തനം 11 എടുത്തിട്ട് ഞാൻ നോക്കിയപ്പം 1 to 7 വരെ അതിനകത്ത് ഉള്ളൂ, ആകെ കൂടെയുള്ള വചനം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നത്, ഒരു ബീരുവിനെ പോലെ നീ പർവ്വതങ്ങളിൽ പോയി ഒളിക്കരുത്, ഞാനാണ് നിൻ്റെ കർത്താവ്, ഞാൻ സിംഹാസനത്തിൽ ഇരുന്ന് നിന്നെ നോക്കിക്കാണുന്നുണ്ട്, നീതിപൂർവകമായി നീ പ്രവർത്തിക്കണം. അതായിരുന്നു അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഞാൻ നീതിപരമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, പഠിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ആ സമയത്ത് വല്ലാത്ത കോൺഫിഡൻസ് കിട്ടി. ഞാൻ ജയിച്ച പോലത്തെ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ഞാൻ പിറ്റേ ദിവസം മാതാവിനെ ലെഫ്റ്റിലും ഈശോയെ റൈറ്റിലും വെച്ചിട്ട് ലൈബ്രറിയിലേക്ക് പോയി ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും പഠിത്തം കുറവും ജപമാല ചൊല്ലാനുള്ള തീവ്രതയും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഇരുന്ന് കാണും. അപ്പം ചില സമയത്ത് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം ചില സമയത്ത് ഞാൻ ലൈബ്രറീൻ്റെ അകത്ത് മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് എന്നെ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ക്യാമറയിൽ നിന്ന് ഒളിഞ്ഞു നിന്നിട്ടാണ് ആശീർവാദം അച്ഛൻ്റെ സ്വീകരിക്കാറ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാമിന് എഴുതാൻ വേണ്ടി പോയി. പക്ഷേ ഈ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ ഈ നാട്ടിലുള്ള എല്ലാവരും IELTS മൊയ്റ്റ് എഴുതാൻ വേണ്ടി ഇത്രത്തോളം പൈസ ചിലവാക്കി, ഞാനിപ്പോൾ കൊടുത്ത പൈസ ഒറ്റയടിക്ക് പാസ്സാവേണ്ട എക്സാമിന് ഞാൻ ഇത്രത്തോളം പൈസ ചിലവാക്കി, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോയി, അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് അല്ലാണ്ട് കുറച്ച് കൂട്ടിത്തരാമോ എന്ന് വെറുതെ ഒരു ഗ്രീഡിനെസ്സിൽ ഞാൻ ചോദിച്ചു. പക്ഷേ ഞാനത് അധികമൊന്നും ചോദിച്ചില്ല, അധികം കുറച്ച് കൂടി പോവില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എക്സാമിന് പോയി. ഞാൻ എക്സാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എഴുതി, കാശുരൂപം കൈ പിടിച്ചു. എക്സാം വളരെ ടഫായിരുന്നു. ലിസണിങ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് തീരെ മനസ്സിലായിരുന്നില്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി മാതാവേ, ഇത് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങി, എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ചൈനീസ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്തു. അതിലും കുറേ ടഫായിരുന്നു, അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ടഫായിരുന്നു. പക്ഷേ ഞാൻ എഴുതി. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഭാത പ്രാർത്ഥന ഞാനിങ്ങനെ വഴിനീളെങ്ങനെ ആ എക്സാം ഹാളിന് ചുറ്റും നടന്നിങ്ങനെ ചൊല്ലുമായിരുന്നു, ആരും വിളിക്കാതെ. ഞാൻ അതുമാത്രം ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ചൊല്ലി നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം ഞാൻ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ സൈറ്റ് എൻ്റെ ടാബിൽ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം
ഞാൻ എൻ്റെ തൈലൊക്കെ പൂശിയെങ്കിലും എനിക്ക് എൻ്റെ ടാബിൽ അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് എൻ്റെ കയ്യിൽ നോക്കാം. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് അവളുടെ ഇതിൽ എനിക്ക് തൈലൊന്നും പൂശാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ ഈ ലാപ്ടോപ്പ് തുറക്കുന്നത് ഈ നട എൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ എന്നെ പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല, സ്കോർ ഷീറ്റിൽ എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും തുള്ളി ചാടാൻ തുടങ്ങി. അപ്പം നോക്കുമ്പം 213 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് ഞാൻ കണ്ടത്. അത് നല്ലൊരു ഹൈ സ്കോറാണ്, 300-ലാണ് മാർക്ക്. അപ്പം എനിക്ക് ആ മാർക്ക് അമ്മ ചോദിച്ചതിലും 13 മാർക്ക് എക്സ്ട്രാ തന്നിട്ടാണ് അമ്മ എന്നെ അതിൽ ജയിപ്പിച്ചത്. അങ്ങനെ ഞാൻ HSK പാസ്സായി. അപ്പോൾ ഇതിലെനിക്ക് ദൈവം തന്ന കൃപ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു കൃപ തന്നു. അല്ലെങ്കിൽ എനിക്കൊരു സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പം തന്നെ വേറെ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ പോകും. പക്ഷേ ഇരിക്കാനുള്ളൊരു കൃപ തന്നു. അങ്ങനെ ഞാൻ പിന്നെയും ജനുവരിയിലാണ് അടുത്ത FMG എക്സാം. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ കൃപയാലും ഞാനിത് പാസ്സാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്താലും ഈ എക്സാം എഴുതിയില്ലെങ്കിലും ഞാൻ പാസ്സായില്ലെങ്കിലും എൻ്റെ കൃപയാലല്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുതുമെന്ന് ഞാൻ തീരുമാനിച്ചു. പാസ്സായാലും ശരി പാസ്സായില്ലെങ്കിലും ശരി ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ FMG എക്സാം ഞാൻ ജനുവരിയിൽ വന്ന് എഴുതി. പക്ഷേ ഞാൻ തിരിച്ചു പോയി. ഞാൻ അവിടെ എത്തും മുൻപേ റിസൾട്ട് വന്നു, ഞാൻ തോറ്റു. ആ സമയത്ത് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല, പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയില്ല. ജയിക്കുമെന്നല്ല, പക്ഷേ അതൊരു വിശ്വാസമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അതിനുശേഷം എന്താ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസത്തിൽ കുറച്ച് നംനെസ് വന്ന പോലെ എനിക്ക് തോന്നി. ജപമാല ചൊല്ലാനൊരു മടി. പിന്നെ ഞാൻ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തിരിച്ച് കാണാനുള്ളൊരു ടെൻഡൻസി പിന്നെയും വന്നു. അപ്പം ഡിസ്ട്രാക്ഷൻസ് കുറേ കൂടി. പിന്നെ ഗ്രാജുവേഷൻ്റെ പരിപാടികളായപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ലൂസ് ടോക്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു. പിന്നെ ആദ്യം മഞ്ഞും മഴയൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ഞാൻ റെയിൻകോട്ട് ഇട്ടാലും മഞ്ഞായാലും മെട്രോയിലായാലും കയറി കുർബാനയ്ക്ക് ഞാൻ ഡെയിലി പോകുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ മഞ്ഞല്ലേ കുറച്ചുകൂടി കയറി കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നമ്മായി തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതെന്താ മാതാവേ ഞാനിങ്ങനെ ചെയ്യുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ വിശ്വാസത്തിന് പോകത്തില്ല എന്ന്. പക്ഷെ ഞാൻ എന്താ പിന്നെ ഇതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നെ വല്ലാണ്ട് ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, എന്തായാലും ശരി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുക്കും, എങ്ങനെയായാലും സാരമില്ല, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇത് സെറ്റാക്കും എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാവശ്യത്തെ ജനുവരിയിൽ ഞാൻ എക്സാമിന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങി, ചൈനീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് പത്രം അവിടെ ഞങ്ങളുടെ കൂടെ കുറേ ആഫ്രോസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ ഈ 26 ജൂലൈക്കായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. ഞാൻ പഠിക്കാൻ തുടങ്ങി, പഠിക്കാൻ ഇരിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച് പാസ്സായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ, ഞാൻ അതുപോലെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്തു. അവരെനിക്ക് ചെയ്തു തന്നു. ഞാൻ ഒരു മാസം പക്കയായിട്ട് ഞാനത് ചെയ്തു. എനിക്ക് ഇത്രയും എളുപ്പമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയൊരു സമയമുണ്ടായിരുന്നു. ഇത് കിട്ടും, പഠിച്ചാൽ കിട്ടാത്തതൊന്നും അല്ല എന്നുള്ള തോന്നൽ ആദ്യമായിട്ട് വന്നൊരു സമയമാണ്. അങ്ങനെ പക്ഷേ 2ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം 3 മാസത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം 2ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം സമയമില്ല എന്ന് കരുതി അതൊരു ടെൻഷനാക്കി എടുത്ത് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോണിന് തുറക്കും, എന്നിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സമയം പോകുന്നത് അറിയില്ല, റിലാക്സ് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് പ്രാർത്ഥന എത്തിക്കാൻ വരുമ്പം എനിക്ക് ഈശോയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഗിൽട്ടായിട്ട് എനിക്ക് ഈശോയോട് സംസാരിക്കാൻ തോന്നില്ല. അപ്പം മനഃപൂർവ്വം ഉറക്കം നടിക്കും, എന്നിട്ട് ഉറങ്ങുന്ന പോലെ ഈശോയോട് വാശി പിടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടായി. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി തുടങ്ങി. എനിക്ക് വീട്ടിൽ അപ്പനിങ്ങനെ വന്ന് ചോദിക്കും, എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ടല്ലോ, എന്താ നീ ഒന്നും പറയാത്ത, എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പനിങ്ങനെ വരും. പക്ഷേ ആ സമയത്ത് എനിക്ക് അപ്പൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുക. ഞാൻ എൻ്റെ ചേട്ടൻ ഒരു ദിവസം വിളിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ വാവിട്ട് കരഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല, എനിക്കിത് തീരെ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് എന്നെ ഇരുത്തി അനലൈസ് ചെയ്ത് എൻ്റെ ഈച്ച് ആൻഡ് എവറി വീക്ക് പോയിൻ്റ് ചേട്ടൻ കണ്ടുപിടിച്ച് എന്നെ സഹായിക്കാൻ ശ്രമിച്ചു. എക്സാമിൻ്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് തീരെ പറ്റുന്നില്ല. ആ ഒരു മാസം കൃത്യമായിട്ട് ഞാൻ പഠിച്ച ഒരു മാസത്തെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സാമിൻ്റെ തലേന്ന്. വെറുതെ സാധാരണ എല്ലാവരും പാനിക്കാവെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 0 ആയി. ഞാൻ അമ്മ സ്കൂൾ വരുന്നവരെ കാത്തിരുന്നു. അമ്മ വൈകരുതെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഒക്കുന്നില്ല, ഇത് പറ്റില്ല, ഈ എക്സാം ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു. അമ്മ പ്രയർ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ
പ്രെയർ ചെയ്യണം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെറുതെ അല്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൈ വിരിച്ച് അൾത്താരയ്ക്ക് മുന്നിൽ കൈ വിരിച്ച് ഈശോയോട് നീ പറയണമെന്ന് പറഞ്ഞു. അതിനേക്കാളും വലുതൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ കുർബാനയിൽ എൻ്റെ പേര് വൈദികൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കൈ എല്ലാവർക്കും മുന്നാലെ ഞാൻ എൻ്റെ കൈ വിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു വൈദികൻ ആരാണ്, കുർബാന അർപ്പിക്കുന്ന വൈദികൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്കുള്ള പകരക്കാരനാണ് വൈദികൻ, നിൻ്റെ പേര് ഈശോ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആൾത്താരയിൽ, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നീ ഈ എക്സാം പാസ്സാകും. അപ്പം കുർബാനയ്ക്ക് ശേഷം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് കുർബാനയ്ക്കിടയിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ലഭിച്ചിരുന്നു എന്ന്, നീ ഇതെന്തായാലും പാസ്സാവും, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പം ഞാൻ ഡബിൾ ഹാപ്പിയായി. ഞാൻ എൻ്റെ ഇതിന് വേണ്ടി പോയി. എനിക്ക് കിട്ടിയ സെൻറ്റർ എന്ന് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറയായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെ ഞാൻ പാസ് ചെയ്യുമ്പോൾ തൃശ്ശൂരിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യും, എനിക്ക് ഇവിടെ തന്നെ കിട്ടണേ, ഈ സെൻറ്ററിൽ തന്നെ കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പറയുമായിരുന്നു. അങ്ങനെ ആ സെൻറ്ററിൽ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ മാത്രമേ എൻ്റെ കോളേജിൽ നിന്ന്, പിന്നെ എൻ്റെ ഒരു ജൂനിയർ മാത്രം, കാരണം സാധാരണ കുറേ പേരുണ്ടാവേണ്ടതാണ്, ഉണ്ടായിരുന്നില്ല. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു, ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന് മുന്നേ ലഞ്ച് ബ്രേക്കിന് സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. കൊന്തയിൽ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ ആ എക്സാമിന് ഞാൻ പിന്നെയും കയറി. രണ്ടാമത്തെ പേപ്പർ വളരെ ടഫായിരുന്നു. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കുത്താൻ പോലുള്ള സമയം കിട്ടിയില്ല. ഞാൻ തിരിച്ച് വന്നിട്ട് അത് ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായി നല്ല ടഫായിരുന്നു. ഏറ്റവും ടഫായിട്ടുള്ള പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം. 3 വട്ടം ഞാൻ എഴുതിയെങ്കിലും ഇത്ര ടഫായിട്ടുള്ള പേപ്പർ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ ഞാനങ്ങനെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ നിർബന്ധമായിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഡെയിലി ബ്രെഡിൽ പറയുന്നു. അന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ഹോൾ ടിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോൾ ടിക്കറ്റ് ഈശോയോട് ഈശോ ആശീർവാദം വരുമ്പോൾ ഈശോയോട് ചേർത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് വെക്കും. അങ്ങനെ അത് കഴിഞ്ഞ് 14-ാം തീയതിക്ക് മുന്നേ അച്ഛൻ പറഞ്ഞു, 14 എന്ന് പറഞ്ഞൊരു നമ്പർ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ 14-ാം തീയതി ആയിരിക്കും എൻ്റെ റിസൾട്ട് വരുന്നുണ്ടാവാം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ 13-ാം തീയതി രാത്രി എൻ്റെ റിസൾട്ട് വന്നു. ഞാനും അമ്മയും തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, അത് തുറന്ന് നോക്കണ്ട, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. തുറന്ന് നോക്കിയില്ല ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് തുറന്ന് നോക്കാതെ എങ്ങനെയാണ്, അന്നൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ശേഷം തുറന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചു. എന്നിട്ടും തുറക്കാൻ തോന്നുന്നില്ല. തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, എന്തായാലും തോറ്റില്ലേ. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു. കാരണം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തപ്പം നിന്റെ നാശത്തിന് വേണ്ടിയുള്ള നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വചനം എനിക്ക് കിട്ടി. ഞാൻ തുറന്നപ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നെയാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വരെ എടുത്ത് നോക്കും. കാരണം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ 151 നിയോഗത്തിൽ വെച്ചത്, എനിക്ക് 156 ദൈവം തന്നു. ഞാൻ ഈശോയെ നോക്കും, അമ്മയെ നോക്കും. അമ്മ എന്നോട് പറഞ്ഞു, പറ്റിക്കല്ലേ, ഇത് പറ്റിക്കല്ലേ നീ എന്നോട് ചോദിക്കും. ഞങ്ങൾ ഓടിപ്പോയി ഈശോയോട് നന്ദി പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല എത്രത്തോളം വലുതാണ് ഈ വിജയം, എനിക്ക് ദൈവത്തിൻ്റെ വലത് കൈയാൽ കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്നൊന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം എവിടെ നിന്നാണ് എന്നെ ഉയർത്തിയെന്ന്. എനിക്ക് ഒരിക്കലും ഇത് സാധ്യമല്ലായിരുന്നു. ഒരിക്കലും സാധ്യമല്ലായിരുന്നു. എന്നെ ദൈവത്തിൻ്റെ വലത് കൈയാൽ എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഡോക്ടർ ആവാനുള്ള ഒരു മെറിറ്റും ഇല്ല, എന്നെ ദൈവം ഉയർത്തിയതാ. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചൈനയിലേക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിൽ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അവരിൽ കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകും. ഞാൻ പരീക്ഷയുടെ ഇടയിലായാലും എന്തായാലും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പത്രം കൊണ്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടു കൊടുക്കും. ഞാൻ ഇത്ര തന്നെ സമയമെടുത്ത് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇത് ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ഇതിൽ കൂടിയാലേ ഉള്ളൂ. എന്നിട്ട് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും. കടയിൽ ഞാൻ കൊടുക്കാറില്ല. കടയിൽ ചിലപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവർ പൊതിഞ്ഞ് കൊടുക്കും.